സ്വാഗതം. അനുദിന വിശുദ്ധർ എന്ന ആത്മീയ സഞ്ചാരത്തിലേക്ക്. ഇന്ന് ജൂലൈ 7 നാം പരിചയപ്പെടുകയാണ് വിശുദ്ധ വിലിബാൾഡ്. ഒരു തീർത്ഥാടകനും പ്രവാസിയുമായ വിശുദ്ധൻ. ദൈവവിശ്വാസം നിറഞ്ഞ ഹൃദയത്തോടെയും ദൗത്യബോധത്തോടെയും ജീവിതം സഞ്ചരിച്ച ബിഷപ്പ്. വിശുദ്ധന്റെ ജീവിതം. വിശുദ്ധ വിലിബാൾഡ് AD 700 ഇംഗ്ലണ്ടിലെ വെസ്സക്സിൽ ജനിച്ചു. അവന്റെ കുടുംബം തന്നെ പരിശുദ്ധതയുടെ മാതൃകയായിരുന്നു. അവന്റെ അച്ഛൻ വിശുദ്ധ റിച്ചാർഡ്, സഹോദരൻ വിശുദ്ധ വിനിബാൾഡ്, സഹോദരി വിശുദ്ധ വാൽബുർഗ്. മൂവരും പിന്നീട് വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടു. വിശ്വാസത്തിലെ ആഴവും ആത്മീയ ഉന്മേഷവും ഉള്ള വിലിബാൾഡ് തീർത്ഥാടൻ ജീവിതത്തിലേക്ക് ആത്മാർത്ഥതയോടെ കയറിപ്പോയി. അവൻ നടന്നുവഴി ഫ്രാൻസ്, ഇറ്റലി, ജെറുസലേം, കോൺസ്റ്റാന്റിനോപ്പിൽ, സിറി എന്നിങ്ങനെ ഒരുപാട് രാജ്യങ്ങളിലൂടെ. അവൻ പവിത്രഭൂമിയിലെത്തിയ ആദ്യ ഇംഗ്ലീഷുകാരൻ ആണെന്ന് വിശ്വാസമുണ്ട്. തീർത്ഥാടനം വെറും യാത്രയല്ലായിരുന്നു, അവന്റെ ദൈവാന്വേഷണത്തിന്റെ പ്രകടനമായിരുന്നു അത്. പശ്ചാത്താപത്തിനും ആത്മീയ പഠനത്തിനും വേണ്ടി അവൻ ജീവിതം സമർപ്പിച്ചു. ശേഷം അദ്ദേഹം മനുഷ്യരുടെ ആത്മാർത്ഥ വൈദികനായും ജർമ്മനിയിലെ അഷ്ടറ്റിന്റെ ബിഷപ്പായും സുവിശേഷ ദൗത്യത്തിനായി വിശുദ്ധ ബോണിഫസിന്റെ നേതൃത്വത്തിൽ നിയോഗിക്കപ്പെട്ടു. അവൻ സഭകൾ സ്ഥാപിച്ചു, അനവധി ജനങ്ങളെ ദൈവത്തിലേക്ക് തിരിമറിച്ചു. മിഷണറി സേവനത്തിന്റെ ഉജ്ജ്വല മാതൃകയായി മാറി. AD 787 വിശുദ്ധ വിലിബാൾഡ് ദൈവസന്നിധിയിലേക്ക് മടങ്ങി. അദ്ദേഹത്തിന്റെ ജീവിതം വിശ്വാസത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു. ദിനത്തിന്റെ ഉദ്ധരണി. വിശ്വാസം ദൈവത്തെയും നന്മയെയും ലക്ഷ്യമാക്കി നമ്മളെ നടത്തിക്കുന്നു. വിശുദ്ധ വിലിബാൾഡ്. ധ്യാനചിന്ത. വിശുദ്ധ വിലിബാൾഡിന്റെ ജീവിതം നമ്മോട് പറയുന്നു, വിശ്വാസം കാത്തുസൂക്ഷിക്കേണ്ടതുമാത്രമല്ല, അതിൽ സഞ്ചരിക്കണമെന്നും. ദൈവം നമ്മെ എവിടേക്കാണ് വിളിക്കുന്നത്? നമ്മുടെ ആശ്വാസമേഖലകൾ വിട്ട് നാം ആത്മീയ ദൗത്യത്തിലേക്ക് ഇറങ്ങണോ? പ്രാർത്ഥന. പരിശുദ്ധയായ ത്രിമൂർത്തിയെ, വിശുദ്ധ വിലിബാൾഡിന് നൽകിയ വിശ്വാസത്തിന്റെ ദൗത്യബോധം ഞങ്ങൾക്കും നൽകണമേ. നമ്മുടെ ജീവിതം ദൈവം വിളിക്കുന്ന വഴിയിലേക്കുള്ള ഒരു തീർത്ഥാടനമായി മാറട്ടെ. വിശുദ്ധ വിലിബാൾഡ്, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. അവസാന കുറിപ്പ്. ഇന്ന് വിശുദ്ധ വിലിബാൾഡിന്റെ ജീവിതം നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമന്റിൽ എഴുതൂ, വിശുദ്ധ വിലിബാൾഡ് ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നാളെ വീണ്ടും ഒരു പുതിയ വിശുദ്ധ ജീവിതകഥയുമായി കാണാം.